മോഹൻലാൽ നായകനായി എത്തിയ തുടരും 22 ദിനങ്ങൾ പിന്നിടുകയാണ്. ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതുവരെ 928ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 72,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇന്നും വിറ്റുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഫൈനൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 98,000 അല്ലെങ്കിൽ 1,00,000 ടിക്കറ്റുകൾ വിറ്റുപോകുമെന്നുള്ളതാണ്. ഈ ഒരു ദിവസവും മികച്ച തിരക്ക് തന്നെയാണ് ബുക്ക് മൈ ഷോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുവരെ ട്രാക്ക്ഡ് കളക്ഷനായി വന്നിരിക്കുന്നത് 1,20,00,000 രൂപയോളമാണ്. ഇന്നലെ ഇതേ സമയത്ത് സിനിമയ്ക്ക് വന്നിരുന്നത് 1,45,00,000 രൂപയാണ്. 1,075ഓളം ഷോകളിൽ നിന്നാണ് സിനിമയ്ക്ക് 93,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ വന്ന കളക്ഷൻ. ഇന്ന് ഇനിയും മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന സിനിമയ്ക്ക് 1,70,00,000 രൂപയ്ക്ക് മുകളിലായിരിക്കാം ഇന്നത്തെ കളക്ഷൻ. ഇതിനോടകം തന്നെ ട്രാക്കീസ് മുഖാന്തരം വന്നിരിക്കുന്ന 1,14,00,000 രൂപ കളക്ഷൻ തന്നെ പറയുമ്പോൾ നമുക്കറിയാം 1,15 കോടി 1.5 കോടിക്ക് അടുത്ത് സിനിമയുടെ കളക്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ 2 കോടിയിലേക്ക് ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് പുതിയ ചരിത്രമാകും. 22-ാം ദിനം ഒരു സിനിമ 1.5 കോടിക്ക് മുകളിലൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തെലുങ്കിലോ ഹിന്ദിയിലോ ഒന്നും റിലീസ് ചെയ്തിരിക്കുന്ന പടമല്ല, മലയാള ബോക്സ് ഓഫീസിലെ കുഞ്ഞൻ ബോക്സ് ഓഫീസിലെ ചരിത്രമാണ് എന്നോർക്കുക. ഇതുവരെ സിനിമ ട്രാക്കേഴ്സ് മുഖാന്തരം പറഞ്ഞിരിക്കുന്നു 33,000-ന് മുകളിലുള്ള ഷോകൾ ആണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുതന്നെ 62,000-ഓളം ടിക്കറ്റുകളും അവർ ട്രാക്ക് ചെയ്തു. മൊത്തം 97 ലക്ഷം രൂപയോളമാണ് ഈ സിനിമയ്ക്ക് വന്നത് എന്നുള്ളതാണ്. അതായത് സിനിമ 100 കോടിക്ക് അടുത്ത് ട്രാക്കേഴ്സ് മുഖാന്തരം 97 കോടി എന്നാണ് വന്നിരിക്കുന്നതെന്നാണ്. അതായത് നമുക്കറിയാം ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി സിനിമ വലിയ രീതിയിൽ, അതായത് 110 കോടിയിലേക്ക് എത്താനുള്ള ഒരു കുതിപ്പാണ്. 104 കോടിയായിരുന്നു ഇന്നലെ വരെ നേടിയെങ്കിൽ ഇന്നത്തെ കളക്ഷനോടെ 106 കോടിയിലേക്ക് സിനിമ എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അവിടെയാണ് ട്രാക്കേഴ്സ് പറയുന്നത് 96 എന്നുള്ളത്. 62% ഒക്യുപ്പൻസി ആയിട്ട് പറയുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഇന്നലെ വരെ നേടിയത് 214ഓളം കോടിയായിരുന്നുവെങ്കിൽ ഇന്ന് അത് 216, 220 ആ റേഞ്ചിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് തമിഴിലും തെലുങ്കിലുമൊക്കെ ഇപ്പോഴും സിനിമയ്ക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നു. വേറെ എങ്ങും പോകേണ്ട, കേരള ബോക്സ് ഓഫീസ് മാത്രം എടുത്താൽ പോലും ആദ്യമായിട്ട് ഒരു മലയാള സിനിമയ്ക്ക് 100 കോടി അടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് 100 കോടി എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല കഴിഞ്ഞ ആഴ്ച വരെ എന്ന് പറയാം. ഇന്ന് ഈവനിങ് നൈറ്റ് ഷോസ് ഒക്കെ നോക്കുമ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമുക്ക് ഓറഞ്ച് അലർട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ചില സ്ഥലങ്ങളിൽ എക്സ്ട്രാ ഷോസും ആഡ് ചെയ്തിട്ടുണ്ട് രാത്രി 11 മണിക്ക് ശേഷം എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചിലയിടത്തൊക്കെ ഇന്ന് ടിക്കറ്റ് കിട്ടാനുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇനി ശനി ഞായറാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും ഓറഞ്ച് അലേർട്ടും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഒപ്പം ഈ സിനിമ എന്നായിരിക്കും 125 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ പോകുന്നത് നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം. ഇന്ന് സിനിമ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.